ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗിരീഷും നന്ദിനിയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണ്ടകൾ വന്നിട്ട് നന്ദിനിയെ ആക്രമിക്കുന്നുണ്ട്. ഗുണ്ടകളിൽ ഒരാൾ കത്തി കൊണ്ടുവന്ന് നന്ദിനിയെ കുത്താൻ ശ്രമിക്കുമ്പോഴേക്കും നന്ദിനി അത് കാണുന്നുണ്ട്. ആ കുത്ത് കയ്യിലാണ് കൊള്ളുന്നത്. ഗിരീഷ് ഗുണ്ടകളെ എല്ലാം അടിച്ചോടിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദിനിയോട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ മൈഥിലിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോൾ എൻ്റെ കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു. ആ അമ്മ കുറച്ച് ആഭരണങ്ങൾ കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ സ്വർണങ്ങളൊക്കെ ആയിരുന്നു ഇത്. അവൾ ഈ സ്വർണം മാത്രം എടുത്തുകൊണ്ട് പോയില്ല. ഈ സ്വർണം എനിക്ക് ലോക്കറിൽ കൊണ്ടുവെക്കണം, ബാങ്കിലെ ലോക്കറിൽ. അതിനുള്ള വഴി എന്താണെന്ന് മോളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ കൂടെ ബാങ്കിൽ ഞാനും വരാം, അമ്മയെ സഹായിക്കാമെന്നൊക്കെ സമ്മതിക്കുന്നു. വൈശാഖ് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ സ്വർണം എടുത്തു വെക്കുന്നതും വൈശാഖ് കാണുന്നുണ്ട്. മൈഥിലി വൈശാഖിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വൈശാഖിനോട് സ്വർണത്തിന്റെ കാര്യമൊക്കെ പറയുന്നു. വൈശാഖ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതൊരു 30-35 പവൻ കാണില്ല എന്നൊക്കെ. ആ സ്വർണം കിട്ടിയാൽ നമ്മൾ കുറച്ചു കാലത്തേക്ക് രക്ഷപ്പെട്ട് നിൽക്കാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മൈഥിലിക്ക് ദേഷ്യം വരുന്നുണ്ട്. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആ കാര്യത്തിനൊന്നും കൂട്ടു നിൽക്കത്തില്ലെന്നൊക്കെ, നിന്റെ മനസ്സ് എന്ത് പന്ന മനസ്സാണെന്നൊക്കെ പറയുന്നു. മൈഥിലി പോയതിനു ശേഷം വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമായിട്ട് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ തരുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് നന്ദിനിയും ഗിരീഷും വീട്ടിലേക്ക് വരുന്നുണ്ട്. നന്ദിനിയുടെ മുറിവ് കണ്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മയും കൈമളും ജയറാമും എല്ലാം ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. നന്ദിനി നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. നന്ദിനി പറയുന്നുണ്ട്, ഗിരീഷ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ അപകടത്തിലായെന്നൊക്കെ പറയുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ സൂക്ഷിക്കണമെന്നൊക്കെ. ആ സമയത്ത് ഗിരീഷ് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന്. രാജലക്ഷ്മി അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ആളാണെന്നൊക്കെ. കൈമളച്ചൻ അപ്പോൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ മോനാണെന്ന്. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, വേറെയും കുറെ പദവികളൊക്കെ ഉണ്ട്, നന്ദിനിയുടെ പഴയ ഭർത്താവാണെന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ വീണ്ടും ജയറാമിനെ കളിയാക്കാൻ തുടങ്ങുമ്പോൾ കൈമളച്ചൻ തടയുന്നുണ്ട്. നന്ദിനിയുടെ കയ്യിലിരിക്കുന്ന പൊതി കണ്ടിട്ട് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, തേൻമുട്ടായിയാണ്, എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഗിരീഷ് വാങ്ങി തന്നതാണെന്ന് പറയുന്നു. രാജലക്ഷ്മി അമ്മ ആ തേൻമുട്ടായിൽ നിന്നും ഒന്നെടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ജയറാമിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. രാജലക്ഷ്മി അമ്മ ഗിരിയോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് താമസിക്കുന്നതെന്ന്. ഗിരി അപ്പോൾ പറയുന്നുണ്ട്, ഹോട്ടലിലാണെന്ന്. രാജലക്ഷ്മി അമ്മ അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാണ് ഹോട്ടലിൽ താമസിക്കുന്നത്, ഇവിടെ വന്ന് താമസിച്ചോളാൻ എന്നൊക്കെ പറയുന്നു. ഗിരി ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ജയറാമും നന്ദിനിയും അവിടെ നിന്ന് പോയതിന് ശേഷം കൈമൾ രാജലക്ഷ്മി അമ്മയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഗിരിയോട് അങ്ങനെ പറഞ്ഞത്, നമ്മുടെ മകന് വിഷമമാകില്ല എന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്, അവനും ഇതൊക്കെ ഓർത്ത് വിഷമിക്കണമെന്നൊക്കെ പറയുന്നു. എങ്കിൽ മാത്രമേ എന്റെ നന്ദിനിമോൾ അനുഭവിച്ച വേദന അവനും മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ശേഷം ഇന്ദ്രജയും സാവിത്രിയും ഫോണിൽ സംസാരിക്കുന്നു. സാവിത്രി പറയുന്നുണ്ട്, നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ. ഇന്ദ്രജ അപ്പോൾ പറയുന്നുണ്ട്, നന്ദിനിയുടെ കൂടെ ഒരുത്തനുള്ളത് ഇത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് കരുതിയില്ല എന്നൊക്കെ. ഇന്ദ്രജ ചോദിക്കുന്നുണ്ട്, കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും സ്ത്രീധനം എന്തെങ്കിലും വാങ്ങിയോ എന്നൊക്കെ. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല, അതൊക്കെ നിയമവിരുദ്ധമല്ലേ എന്നൊക്കെ പറയുന്നു. ഇന്ദ്രജി അപ്പോൾ പറയുന്നുണ്ട്, നിയമവിരുദ്ധമാണ്, പക്ഷെ വൈശാഖിന് അവർ കൊടുക്കാൻ തയ്യാറായതല്ലേ, എന്തായാലും നീ അത് ചോദിച്ചു വാങ്ങണമെന്നൊക്കെ പറയുന്നു. സാവിത്രി ഫോൺ വെച്ചതിന് ശേഷം നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നന്ദിനിയോട് പറയുന്നുണ്ട്, എനിക്ക് രാജലക്ഷ്മി അമ്മയോട് സംസാരിക്കണമെന്ന്. രാജലക്ഷ്മി അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, മീനാക്ഷിക്ക് ഒരു സ്ത്രീധനവും നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്നൊക്കെ. സാവിത്രി പറയുന്നുണ്ട്, എന്റെ മകൻ ACP ആണ്, അവന് കോടികൾ സ്ത്രീധനം കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും സ്ത്രീധനം തന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. സാവിത്രി പറയുന്നത് മീനാക്ഷിയും കേൾക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി ഉടനെ തന്നെ പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുകയാണ്. നന്ദിനി സാവിത്രിയോട് ചോദിക്കുന്നുണ്ട്, കാർത്തിക് അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കുന്നതെന്ന്. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, കാർത്തിക് അറിഞ്ഞിട്ട് തന്നെയാണ്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നു. സാവിത്രി പറയുന്നത് കേട്ടിട്ട് നന്ദിനി അമ്മയ്ക്കും രാജലക്ഷ്മി അമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്